തിരുവനന്തപുരത്ത് വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്താൻ ശ്രമിച്ച 50 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ഈ കഴിഞ്ഞൊരു 3 മാസത്തിനിടയിൽ ഡാൻസ് ഓഫ് ഫ്ലോ വേട്ടയാണിത്. ഇന്ന് രാവിലെ തിരുവനന്തപുരം തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള പാറശാലയിൽ വെച്ചായിരുന്നു ഈ സംഭവം. ചില രഹസ്യ വിവരങ്ങൾ ഡാൻസ് എഫിനുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാറിന്റെ നമ്പർ കിട്ടുകയും ആ കാറ് അതിസാഹസികമായി തടഞ്ഞു നിർത്തുകയും ചെയ്തത്. പിന്നാലെയായിരുന്നു ഡാൻസ് എഫിന്റെ പരിശോധന. കാറിൽ പല ബാഗുകളായി ഒളിപ്പിച്ചിരുന്ന 50 കിലോയിലധികം കഞ്ചാവ്, ഏതാണ്ട് 40 ലക്ഷത്തിലധികം രൂപ വിലമതിക്കുമെന്നാണ് ഇപ്പോൾ ഡാൻസ് എഫ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. 50 കിലോയിലധികം കഞ്ചാവാണ് പിടികൂടിയത്. ഇതിനൊപ്പം ഉണ്ടായിരുന്ന ശരൺ എന്ന് പറയപ്പെടുന്ന വെള്ളനാട് സ്വദേശി ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾ 23 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഇയാളെയും പിടികൂടിയിട്ടുണ്ട്. മാത്രമല്ല ഇത് ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ഡാൻസ് എഫ് സ്ഥിരീകരിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തിന്റെ പല മേഖലകൾ, പ്രത്യേകിച്ച് കഴക്കൂട്ടം അടക്കമുള്ള സ്ഥലങ്ങളിൽ IT ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ ഇവരെ കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ വിൽപ്പന. അതായത് ഇയാൾ തിരുവനന്തപുരത്ത് ഇത്രയധികം വലിയ ക്വാണ്ടിറ്റി കഞ്ചാവ് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നു ആന്ധ്രയിൽ നിന്ന്. അതിനുശേഷം തിരുവനന്തപുരത്ത് രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഇത് സ്പ്ലിറ്റപ്പ് ചെയ്ത പലതരത്തിലുള്ള റീറ്റെയിൽ ഡീലേഴ്സിന് കൈമാറുന്നതാണ് ഇയാളുടെ രീതി എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്.